പാരഡി ആളുകൾ വളരെ പഴയ പാരഡിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത പാരഡികൾ പണ്ട് ഈ നാദൃഷയുടെയൊക്കെ പാരഡികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യകാലത്തൊക്കെയുള്ള ദിലീപിൻ്റെ നാദൃഷയുടെയൊക്കെ കുറേ പാരഡികൾ ഇറങ്ങുമായിരുന്നല്ലോ. അതിനകത്തൊക്കെ ഇന്ന് നമ്മൾ ഒരിക്കലും പ്രയോഗിക്കാൻ മടിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും ആ രീതിയിലും ഒക്കെയാണ് പലതും ഇറങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് വി ഡി രാജപ്പൻ്റെ ആയാലും ഒക്കെ അത്തരം പാരഡികൾ ഇറങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ തമാശ. ഇന്ന് കുറേ കൂടി പുതിയ തലമുറ പുതിയ കുട്ടികൾ എല്ലാം കുറേ കൂടി പരിഷ്കൃതരായതുകൊണ്ട് ആ തമാശകൾ ആ മട്ടിൽ ഉൾക്കൊള്ളില്ല. ആ മട്ടിൽ ആ പഴയ പാരഡി എഴുതുന്ന ഒരാളാണ് ഇത് എഴുതിപ്പോയത് എന്നുള്ളതാണ് ഞാൻ അല്ല ഹർഷ, പുതിയ വാർത്തയുണ്ട് കേട്ടോ. പോറ്റിപ്പാട്ടിൽ കേസെടുത്തിട്ടുണ്ട്. ഗാനരചയിതാവും ഗായകനും 1-2 പ്രതികളാണത്രേ. ശരി. അപ്പോൾ എന്തായാലും ഈ പരാതിയിലാണ് ആ പരാതി ഉണ്ടല്ലോ, ആ പരാതിയിൽ സ്വാഭാവികമായിട്ടും ആ നിലയ്ക്കൊരു കേസ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മനോനിലയുള്ള ആ രീതിയിൽ പാട്ടെഴുതാൻ മാത്രം ശേഷിയുള്ള ഒരാളാണ്. അല്ലാതെ അദ്ദേഹം ഭയങ്കര ഒരു സാഹിത്യകാരൻ എന്നുള്ള മട്ടിലാണ് പിന്നെ ചർച്ച നടക്കുന്നത്. അതായത് ഒരു തട്ടിക്കൂട്ട് പാരഡി ഒപ്പിക്കാം അതിനപ്പുറത്ത് മഹാനിലവാരം കൽപ്പിച്ച് നൽകേണ്ട ഒരു എഴുത്തൊന്നുമല്ല അതിൽ നിന്നുണ്ടായത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ പറയുന്ന GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറത്തിൻ്റെതായി വേറെ ചില പാരഡികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതിന് ശേഷം കണ്ടു. ആ കണ്ടത് സഹിക്കില്ല നമ്മൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര എന്താണ് അതിൽ ജാതീയതയും ഈ പറഞ്ഞ സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങളും ഒക്കെയാണ് ഈ പറയുന്ന GP കുഞ്ഞബ്ദുള്ള എഴുതിയതായി നമ്മൾ വേറെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നിലയ്ക്ക് എടുത്താൽ മതി, ആ ഗൗരവത്തിലേ അതിനെ കാണാവൂ. ഇതൊരു ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കുറേ ഒരു ആവേശ സംഘം ഒപ്പിച്ച ഒരു പാട്ട്. പക്ഷെ അതിനൊരു ഗൗരവ സ്വഭാവം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഈ പാട്ട് MP-മാരെല്ലാം കൂടെ പാർലമെന്റിന് മുന്നിൽ പോയി നിന്നിട്ട് UDF-ന്റെ മുഴുവൻ MP-മാരും കൂടെ പാടി. ഡീൻ കുര്യാക്കോസ് പാടിക്കൊടുക്കുന്നു, ബാക്കി MP-മാർ പാടുന്നു. അതൊരു സുഖമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അതേക്കുറിച്ചുള്ള വിമർശനം അന്ന് തന്നെ കണ്ടത്. ഗൗരവമുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളിലും പാർലമെന്റിൽ ആ ദിവസം പ്രതിഷേധിക്കേണ്ടതായി ഉള്ളപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി ഈ ശബരിമല വിഷയം പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതും പാടി നിൽക്കുന്നത് ഒരു പരിഹാസ്യമായ കാഴ്ചയാണെന്ന് ചിലർ പറഞ്ഞു. പക്ഷെ അവർക്കും അവർക്കും നിയന്ത്രിക്കാനാവാതെ വന്നതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നതെന്നറിയോ? പക്ഷേ 2 ദിവസമായിട്ട് ഞാൻ മൂളിപ്പാട്ടായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് പോറ്റിയെ കേറ്റിയെ ഇതാണ്. അപ്പം ഞാനിവിടെ വന്നിരിക്കുമ്പോൾ സുജിത്ത് എന്നോട് പറഞ്ഞു ഇത് തന്നെയാണ് മനസ്സിൽ വരുന്നത്, പോറ്റിയെ കേറ്റിയെ എന്നാണ്. അപ്പോൾ അതങ്ങനെ ഭയങ്കര ഒരു ഹുക്കുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ സ്വാമിയെ അയ്യപ്പോ എന്നുള്ള പാട്ടും ആ രീതിയിൽ അതിൻ്റെ താളം ആ രീതിയിലാണ്. അപ്പോൾ ആ താളം ഉള്ളത് കൊണ്ട് സ്വാമി അയ്യപ്പോ വീരമണിയുടെ പാട്ട് ആ കാലം മുതൽ എത്രയോ ഹിറ്റായിരിക്കുന്ന പാട്ടാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ കെ കരുണാകരൻ്റെ കാലത്ത് ഏറ്റവും വലിയ അന്ന് പല കഥകളും കെ കരുണാകരനെ കുറിച്ച് പ്രചരിക്കും. അതായത് സ്പീഡ് അദ്ദേഹത്തിന് പോരാതെ വരുമ്പോൾ പിന്നിലെ സീറ്റിലിരുന്നിട്ട് ഡ്രൈവർക്കിട്ട് ചവിട്ടും അത്രയും സ്പീഡിൽ പോകാൻ പറഞ്ഞിട്ട്. അതായത് കെ കരുണാകരൻ സ്പീഡിൻ്റെ ആശാൻ എന്നുള്ളതാണ്.